പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് എല്ലായിടത്തും. അതേസമയം രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള നീക്കവും ഇതിനെ ചൊല്ലി നടക്കുന്നുണ്ട്. പൗരത്വ നിയമ ഭേദഗതിയിൽ മുസ്ലിം സമൂഹത്തിന് ആശങ്ക വേണ്ടെന്ന് തുറന്നു പറയുകയാണ് മുതിർന്ന അഭിഭാഷകൻ കെ സന്തോഷ് കുമാർ. കോഴിക്കോട് നിന്ന് സോണൽ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ ചർച്ചാ വിഷയം CAA ആണ്. പ്രധാനമായി പറയേണ്ടത് തെറ്റിദ്ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പല പോസ്റ്റുകളിലൂടെയും എഴുത്തുകളിലൂടെയും നമ്മൾ ദിവസേന കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള കെ സന്തോഷ് കുമാറാണ്. സർ, നിലവിലെ ഈ സാഹചര്യം അറിയാലോ. പൗരത്വ നിയമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വലിയ തോതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൗരത്വ നിയമത്തെ നമുക്ക് ഏറ്റവും ലളിതമായി എങ്ങനെ നോക്കിക്കാണാം? ഇന്ത്യക്കാർക്ക് നമുക്കെല്ലാവർക്കും ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ളത് ജന്മം കൊണ്ടാണ്. അതുപോലെ തന്നെ മറ്റ് 4 തരത്തിൽ ഇന്ത്യൻ പൗരത്വം കിട്ടാനുള്ള നിയമമുണ്ട് ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം. ഇവിടെ 2019 വന്നിട്ടുള്ള ഭേദഗതി, ഈ നിയമത്തിൽ വന്ന ഭേദഗതി പ്രകാരം ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യയിൽ പൗരത്വം കിട്ടാനുള്ള നടപടിക്രമങ്ങൾ, അതിലുള്ള നിയമവ്യവസ്ഥകൾ കുറച്ച് ലഘൂകരിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2014 ഡിസംബർ മാസം 31 മുൻപ് ഇന്ത്യയിൽ വരികയും 6 വർഷക്കാലം ഇവിടെ തുടർച്ചയായി ജീവിക്കുകയും ചെയ്ത അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്ന ഈ 3 രാജ്യങ്ങളിൽ നിന്നും വന്ന അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ മതപീഡനം കൊണ്ട് ഇവിടെ വന്നവരാണെങ്കിൽ അവർക്ക് ഈ ഇളവ് കിട്ടും. അത് ഹിന്ദുക്കൾ, സിഖുകാർ, ജൈനന്മാർ, ബുദ്ധിസ്റ്റുകൾ, പാഴ്സികൾ, ക്രിസ്ത്യൻ, ഈ 5 വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ ഇളവിന് ഈ നിയമപ്രകാരം അർഹതപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായിട്ടുള്ളൊരു ആക്ഷേപം ഈ ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തിനും ഇന്ത്യക്ക് പുറത്തുള്ള മുസ്ലിം വിഭാഗത്തിനും ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിലെന്താണ്, അതിലൊരു വ്യക്തത വരുത്തും? അതിൻ്റെ മുന്നോടിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ലീഗലി ഡോക്യുമെൻസോട് കൂടി, ട്രാവൽ ഡോക്യുമെൻസോട് കൂടി ഇവിടെ വന്നവരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും നമ്മൾ അനധികൃത കുടിയേറ്റക്കാരായിട്ട് കണക്കാക്കുന്നില്ല. അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറഞ്ഞാൽ യാതൊരു ട്രാവൽ ഡോക്യുമെൻസും കൂടാതെ, വിസയും കൂടാതെ ഇവിടെ വരികയോ അതല്ലെങ്കിൽ വിസ മൂലം ഇവിടെ വന്ന് വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ ഓവർ സ്റ്റേ ചെയ്യുകയോ ചെയ്യുന്ന ആളുകളാണ് അനധികൃത കുടിയേറ്റക്കാർ. അത്തരത്തിൽപ്പെട്ടവരെ ഈ രാജ്യത്തിലെ പൗരന്മാരായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അവരെയാണ് ഇത് ബാധിക്കുന്നത്. ആ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പേർക്ക് കുറച്ച് എന്ത് ചെയ്തു, ഒരു കൺസെഷൻ ചെയ്തു കൊടുത്തു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ ഉള്ള ഒരാളെയും ഒരു നിലയ്ക്കും ഇവിടുത്തെ പൗരന്മാരെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. ഒരു മതത്തിൽപ്പെട്ടവരെയും ഈ നിയമം ബാധിക്കുന്നില്ല. ഇവിടെ അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ച ഈ 3 രാജ്യങ്ങളിൽപ്പെട്ട ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം അവരെ ആൾറെഡി നിയമപ്രകാരം അനധികൃത കുടിയേറ്റക്കാരായിട്ട് കണക്കാക്കുന്നത്. ആ വിഭാഗത്തിൽ നിന്നും മതപീഡനം കൊണ്ട് ഇന്ത്യയിൽ വന്ന ഏതാനും ചിലർക്ക് പൗരത്വം കൊടുക്കുന്ന കാര്യത്തിൽ ഇളവ് കൊടുത്തു. അപ്പം അതുകൊണ്ട് ഇത് ഒരാൾക്കും പൗരത്വം നിഷേധിക്കുന്ന നിയമമല്ല. ചില പ്രത്യേക സാഹചര്യം കൊണ്ട് ഇന്ത്യയിൽ വന്നവർക്ക് പൗരത്വം കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിലവിലെ ആക്ഷേപങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല എന്നുള്ളതാണ് അർത്ഥം, അല്ലേ? നിലവിലെ ആക്ഷേപങ്ങളെല്ലാം രാഷ്ട്രീയ കാരണങ്ങൾ വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ജനങ്ങളെ വിഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്നത് മാത്രമാണ്. അതിൽ യാതൊരു വാസ്തവവുമില്ല. അദ്ദേഹം പറയുന്നതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇനിയും ആരും തെറ്റിദ്ധരിപ്പിക്കപ്പെടരുത് എന്നുള്ളതാണ്. അനു പാലയ്ക്കൊപ്പം സോണൽ കൃഷ്ണ, ജനം.